നമസ്കാരം. തിരുവനന്തപുരം, കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പട്ടത്തിന് സമീപമുള്ള ഒരു ചെറിയ വീട് ഉണ്ട്. ആ വീട് ഹാബിറ്റാറ്റ് ശങ്കർ ജിയുടെ നിർമ്മാണ സാങ്കേതികത്തിൽ വെച്ചുള്ള വീടാണ്. അതിൻ്റെ അടുത്തൊരു 120 സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയിൽ ഞങ്ങൾ ഒരു ടീം ഇരുന്നിട്ടാണ് കേരളത്തിലെ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചാനലുകളിലേക്ക് ന്യൂസുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്. ക്യാമറ വാങ്ങി ഈ സ്റ്റുഡിയോ റൂം തുടങ്ങി. സാലറിയിൽ ആളുകൾ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ചെറിയ സംവിധാനമാണ്. പക്ഷേ ചെറിയ സംവിധാനത്തിരുന്നു കൊണ്ട് തന്നെ ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. പതിനായിരക്കണക്കിന് ആളുകൾ അത് കാണുന്നുമുണ്ട്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. സംഭാവനകൾ അയച്ചു തരുവാനും ഞങ്ങൾക്ക് ആവശ്യമായ മറ്റ് സപ്പോർട്ട് തരുവാനും വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുവാനുള്ള ഗൂഗിൾ നമ്പർ, വാട്സപ്പ് നമ്പറൊക്കെ ഞങ്ങൾ വച്ചിട്ടുണ്ട്. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് DA ഗഡു വലിയ പ്രതിസന്ധിയായിരുന്നു. DA ഗഡുവിൻ്റെ പ്രതിസന്ധിയിലേക്ക് പോയി. അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോയതിന് ശേഷം ആദ്യം 2 ഗഡു കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അത് 1 ഗഡുവായി. ഞങ്ങൾ ആ വാർത്ത ചെയ്തു. 1 ഗഡുവായെന്ന് കൊടുക്കുമെന്ന് വാർത്ത ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇന്നറിയുന്ന വളരെ രസകരവും സന്തോഷകരവും ആനന്ദകരവുമായ വാർത്ത 2 ഗഡു DA കൊടുക്കും എന്നാണ് അറിയുന്നത്. ഓണത്തിന് മുമ്പ് തന്നെ അത് കൊടുക്കാനും സാധ്യതയുണ്ട്. വളരെ വലിയ സന്തോഷമാണ്. എല്ലാവർക്കും DA കിട്ടുന്നു, 2 DA കിട്ടുന്നു. അപ്പോൾ ഫെസ്റ്റിവൽ അലവൻസായി. പിന്നെ ഓണത്തിൻ്റെ ബോണസ് ആവും. ചിലർക്ക് ഫെസ്റ്റിവൽ അലവൻസ്, ചിലർക്ക് ബോണസ്. ഓണം ബോണസ് കിട്ടുന്നവരുണ്ട്, ഫെസ്റ്റിവൽ അലവൻസ് കിട്ടുന്നവരുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ എടുക്കാം. ഓണത്തിന് ഈ വായ്പ പോലെ പൈസ കിട്ടും. അതുപോലെ തന്നെ ഇതും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഓണം കുശാലാകും. എന്നാൽ സർക്കാരിൽ പെൻഷൻ പറ്റിയുള്ള കാര്യമോ, എന്നാൽ ക്ഷേമനിധിയിൽ ഉള്ള കുറേ ആളുകൾ കൂടെയുണ്ട്. അവർക്കും 1-2 പെൻഡിങ് ഉള്ള 1-2 മാസത്തെ അല്ലെ 2-3 മാസത്തെ പെൻഡിങ് അവർക്ക് കൂടി കൊടുത്താൽ ഞങ്ങൾ ഏറെ സന്തുഷ്ടരായിരിക്കും. അവരുടെ വിഷയവും ക്ഷേമനിധിക്കാരുടെ വിഷയവും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തായാലും സർക്കാരിനൊരു ബിഗ് സല്യൂട്ട്. 2 കൊടുക്കാൻ തീരുമാനിച്ച KN ബാലഗോപാൽ ധനമന്ത്രിയുടെ തീരുമാനം ഉദാത്തമാണ്, ധീരമാണ്. ഇനി അതിൽ നിന്ന് പിറകോട്ട് പോകരുത്. 2 ഗഡു എല്ലാവർക്കും കൊടുക്കുക. ബാക്കി ഗഡുക്കൾ അത് വരുന്നതനുസരിച്ച് PF ലയിപ്പിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ അത് മറ്റു കാര്യങ്ങൾ നടക്കട്ടെ. എന്തായാലും 2 ഗഡുവിന് വേണ്ടി ഞങ്ങളും പോരാടി. ആ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന, ഞങ്ങളെ വിമർശിച്ച, ഞങ്ങളെ തെറി പറഞ്ഞ, ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾക്ക് കമൻ്റ് ബാഡ് കമൻ്റ് ഗുഡ് കമൻ്റ് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ഞങ്ങളുടെ സ്നേഹവും ആനന്ദവും സന്തോഷം അറിയിക്കുന്നു. നമുക്ക് ഒന്നിച്ചു നീങ്ങാം. വീണ്ടും 2 ഗഡു ഇപ്പോൾ മേടിക്കുക. ബാക്കിക്ക് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്.